യേശുക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ വീണ്ടും നിങ്ങളെ ഹോപ്പ് ചാനൽ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതെ, ദൈവത്തിൻ്റെ 10 കൽപ്പനകളെ എന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം മനുഷ്യൻ്റെ ദൈവമായുള്ളതായ ബന്ധം ആയതുപോലെ മനുഷ്യനുമായുള്ള ബന്ധം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് പഠിപ്പാൻ, അതേ എൻ്റെ കടമ ദൈവത്തോടും മനുഷ്യനോടുള്ളത് എന്ന വിഷയത്തെ പഠിക്കുമ്പോൾ അത് എത്രമാത്രം ദൈവസ്നേഹത്തിൽ നിൽക്കുന്നുവെന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് വേണ്ട പരിശുദ്ധാത്മശക്തി തരണം. അതിന് അവിടുന്ന് ഉപയോഗിക്കണം. കേൾവിക്കാരെ അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാം യേശുവിൽ കൂടി താഴ്മയുടവിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. 10 കൽപ്പനകളെക്കുറിച്ച് നാം വളരെ ഗഹനമായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അതേ, ഓരോ കൽപ്പനയ്ക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ ഈ 10 കൽപ്പനകളെയും സ്നേഹമെന്ന വാക്കുകൊണ്ട് അതേ ബന്ധിപ്പിക്കുവാൻ തക്കവണ്ണം ആണ് ഞാൻ ഇന്ന് പരിശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ആദ്യത്തെ 4 കൽപ്പനകളും അതിനെ കുറിക്കുന്നതാണ്. അതുപോലെ ഞാൻ എൻ്റെ മനുഷ്യ സഹോദരന്മാരെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാനും മനുഷ്യനുമായുള്ളതായ ബന്ധം, ആ സ്നേഹം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ഒരു വ്യക്തി വരികയുണ്ടായി. ആ വ്യക്തിയോട് കർത്താവ് പറഞ്ഞത്, അതേ, നീ എന്ത് ചെയ്യണം? അപ്പോൾ പറയുകയാണ്, ലൂക്കോസിൻ്റെ സുവിശേഷം 10:27 ഞാൻ വായിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞതായ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവം തൻ്റെ കൽപ്പനകൾ താൻ സംസാരത്തിലൂടെയും എഴുത്തുകളിലൂടെയും ദൈവത്തിന് കൊടുത്തു. അത് ദൈവത്തിൻ്റെ സ്നേഹത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവം എങ്ങനെയുള്ളവനാണ്? ദൈവം പരിശുദ്ധനാണ്, ദൈവം നിത്യനാണ്, ദൈവം പൂർണ്ണനാണ്. ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഈ 10 കൽപ്പനകളും. ആയതുപോലെ തന്നെ ദൈവം സ്നേഹമാണ്, ആ സ്നേഹത്തിൻ്റെ നിഴലാണ് ഈ 10 കൽപ്പനകൾ കാണുന്നത്. വീണ്ടും യേശുക്രിസ്തു പറയുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതേ, യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ഒരു വ്യക്തി വന്ന് തൻ്റെ ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയത്, ഏത് വലിയത് എന്ന ചോദ്യവുമായിട്ട് വരുമ്പോൾ അവന് കൊടുത്ത മറുപടിയാണ് നാം മുമ്പേ വായിച്ചത്. വീണ്ടും ഞാൻ വായിക്കുകയാണ്. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നതായ കാര്യം എന്താണ്? സ്നേഹത്തിലാണ് സകലവും ഉള്ളടങ്ങിയിരിക്കുന്നത്. ഇത് യേശുക്രിസ്തു പഴയ നിയമത്തിലെ ഉദ്ധരിച്ചാണ് പറയുന്നത്. അത് ആവർത്തന പുസ്തകം 4:13 പറയുന്നത്, നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും അവൻ നിങ്ങളോട് കൽപ്പിച്ചു തന്ന നിയമമായ 10 കൽപ്പന അവൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്തു. അത് 2 കൽപ്പനകളിൽ എഴുതുകയും ചെയ്തു. ഈ 2 കൽപ്പനയിൽ ആദ്യത്തെ 4 കൽപ്പനകൾ, അത് ഒരു കൽപ്പലകയിലും അടുത്ത 6 കൽപ്പനകൾ അതിൻ്റെ മറുവശത്തും എഴുതി. അങ്ങനെ 2 കൽപ്പനയിലാണ്, 2 കോപ്പിയാണ് ദൈവം കൊടുത്തത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ദൈവസ്നേഹത്തെയാണ്, മറ്റത് മനുഷ്യ സ്നേഹത്തെയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14:15 ഞാൻ വായിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്ന്. ആരെ സ്നേഹിക്കുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ കണിശമായിട്ടും ദൈവകൽപ്പനകൾ നാം കാത്തുകൊള്ളും. വീണ്ടും കർത്താവ് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷത്തിൽ, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കും പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നതായ വാക്ക് അത് കൽപ്പനയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഈ സൂചന നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, ഞാനും എൻ്റെ ദൈവമായുള്ളതായ ഇടപാട്, ഞാനും എൻ്റെ സഹോദരനുമായി അല്ലെങ്കിൽ മനുഷ്യനുമായുള്ള ഇടപാട്, അത് സ്നേഹത്തിലായിരിക്കും, അല്ലെങ്കിൽ സ്നേഹത്തിലൂടെയാണ്. ആ സ്നേഹമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം.
അത് ഈ വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. ആദ്യം മുതൽ അവസാനം വരെ അത് ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. വീണ്ടും 1 യോഹന്നാൻ 2:3 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ ഞാൻ ഇപ്രകാരം വായിക്കുന്നു. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ എന്ത് ചെയ്തിരിക്കുന്നു? അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയും. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാണ്? കള്ളനാകുന്നു. സത്യം അവനില്ല. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയും. ഇപ്പോൾ ഒരു വ്യക്തി പറയുക, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, പക്ഷെങ്കിൽ അവൻ സഹോദരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവൻ കള്ളനാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവത്തെ കാണാൻ പാടില്ല. അതുകൊണ്ട് എന്നാൽ സ്നേഹം എന്താണ്? സ്നേഹിക്കുന്ന ദൈവകൽപ്പന പ്രമാണിക്കുന്ന എന്ത് ചെയ്യുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവൻ ഇവിടെ പറയുന്നത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെയുള്ളവനാണ്? കള്ളനാകുന്നു. അതെ, വെറും നഗ്നമായ നല്ല ഭാഷയിലാണ് ഇത് എഴുതി തന്നിരിക്കുന്നത്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയും സ്നേഹവും തമ്മിലുള്ളതായ അഭേദ്യമായ ബന്ധം. വീണ്ടും 1 യോഹന്നാൻ 3:22 മുതൽ 24 വരെയുള്ളതായ വാക്യങ്ങൾ നാം വീണ്ടും വായിക്കുന്ന ഇപ്രകാരമാണ്. അവൻ്റെ കൽപ്പനയെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നെന്നും അതിനറിയുന്നു. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അവൻ്റെ കൽപ്പനകളോ പ്രമാണിക്കുന്നവൻ അവനിലും അവനിലും വസിക്കുന്നു. അതെ, അവൻ തമ്മിൽ വസിക്കുന്നെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ഇതെത്രമാത്രം ബന്ധമുള്ളതാണെന്ന് മനസ്സിലാക്കുക. സ്നേഹവും ദൈവവും ആത്മാവും യേശു ക്രിസ്തുവും ഇതെല്ലാം അതെ ദൈവത്തിൻ്റെ കൽപ്പനയുമായി ഒരു സർക്കിള് അല്ലെങ്കിൽ കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. കാരണം ദൈവ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്ത്? ദൈവത്തിൻ്റെ കൽപ്പന എന്ന് ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ. അതെ, വീണ്ടും 1 യോഹന്നാൻ 5:2-3 വായിക്കുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു അതിനാൽ അറിയാം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. പലപ്പോഴും നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പന അത് വളരെ ഭാരമുള്ളതാണ്. പക്ഷേ സ്നേഹം എന്നുള്ളതായ ബന്ധത്തിൽ ഒന്നും ഒരു ഭാരമുള്ളതല്ല. ദൈവത്തിൻ്റെ കൽപ്പന ഭാരമുള്ളതല്ല എന്ന് തിരുവചനം നമ്മെ അനുശാസിക്കുകയാണ്. ആയതുകൊണ്ട് ഈ സുപ്രീം ലവ് ഓഫ് ഗോഡ് ആൻഡ് ഇമ്പാർഷ്യൽ ടു മാൻ ആർ ദ പ്രിൻസിപ്പിൾസ് ടു ബി റോട്ട് ഔട്ട് ഇൻ ലൈഫ്. അതായത് ദൈവത്തെ അത് നാം പൂർണ്ണമായി എത്രമാത്രം അത്യധികമായി സ്നേഹിക്കുക, അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെയും ആയതുപോലെ സ്നേഹിക്കുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് അവിടെ നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതെ, ഐ ലവ് മൈ ഗോഡ് സുപ്രീംലി, സോ ഐ വിൽ ഹാവ് നോ അതർ ഗോഡ്സ്. അതായത് ഞാൻ എൻ്റെ ദൈവത്തെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു. ആയതുകൊണ്ട് ഒന്നാമത്തെ കൽപ്പന എന്താണ് പറയുന്നത്? നിനക്ക് വേറൊരു ദൈവം ഉണ്ടാകരുത്. അത് നമ്മുടെ ജീവിതത്തിൽ അത് എന്നേക്കും വാസ്തവമായി തീരുന്നു. ബീയിങ് ഓൺലി ട്രൂ ഗോഡ്, ദ ലോർഡ് റിക്വയർസ് ദാറ്റ് ഹീ അലോൺ ബി വർഷിപ്ഡ്. അതെ, തന്നെ മാത്രമേ ആരാധിക്കാവൂ, തന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അത് ഇതിൻ്റെ അനുഭവം നമുക്ക് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ആദ്യ കാലങ്ങളിൽ തന്നെ കാണുവാൻ സാധിക്കും. അതെ, ആദാമും ഹവ്വയും ദൈവം സൃഷ്ടിച്ചതിന് ശേഷം അതെ പിന്നീട് നാം കാണുന്നത് അവരുടെ മക്കളുടെ ജീവിതങ്ങളാണ്. അവർ ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ അവരുടെ ദൈവത്തോടുള്ള ആരാധനയിൽ ദൈവം പറഞ്ഞതുപോലെ ചെയ്യാതിരുന്നുകൊണ്ടാണ് എന്തുണ്ടായത്? കായൻ്റെ യാഗം ദൈവം അംഗീകരിക്കാതിരുന്നത്. എന്നാൽ ഹാബേലിൻ്റെ ബലിയെ ദൈവം അംഗീകരിച്ചു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ആ കാലത്ത് നമുക്കവിടെ പ്രസക്തമായിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് യാഗമർപ്പിക്കുന്നതായ ആ ഒരു സമൂഹത്തെയാണ്. പിന്നീടുള്ളതായ കാലഘട്ടങ്ങളിലും അതേ ദൈവത്തോട് യാഗമർപ്പിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന് ബലി അർപ്പിക്കുന്നതായിട്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലും യാക്കോബിൻ്റെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അവരുടെ യാത്രയിൽ അവർ ചെല്ലുന്നിടത്ത് ആദ്യമായി ചെയ്യുന്ന പ്രവൃത്തി പ്രത്യേകിച്ച് പറയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് കാരണം അവർക്ക് യഹോവയായ ദൈവം ആണ് ഏറ്റവും പരമമായിട്ടുള്ളത്. ആയതുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ആയതുപോലെ തന്നെ എൻ്റെ ദൈവത്തെ ഞാൻ അത്യധികമായി സ്നേഹിക്കുന്നുണ്ട്. ദൈവമല്ലാത്ത യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കുകയില്ല. മേക്ക് നോ ഇമേജസ്. അതെ, ഒരു തരത്തിലുള്ളതായ വിഗ്രഹങ്ങളും ഉണ്ടാക്കരുത്. അതെ, ദൈവം അതിന് പട്ടികയിട്ട് പറഞ്ഞു, ആകാശത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴിലുള്ളതാ ഒന്നിൻ്റെയും പ്രതിമയരുത്, അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്.
കാരണം ഞാൻ എൻ്റെ ദൈവത്തെ അത്യധികമായി സ്നേഹിക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട കൽപ്പന അത് എൻ്റെ ജീവിതത്തിലുണ്ട്. ആയതുകൊണ്ട് എനിക്കൊരു വിഗ്രഹവും വേറൊരു ദൈവവുമില്ല. ആയതുപോലെ തന്നെ ഈ ദൈവത്തെ പൂർണ്ണമായി ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ നാമം വൃഥ ഉപയോഗിക്കുകയില്ല. ഇൻ എവറി ആക്ട് ഓഫ് ലൈഫ് യു ആർ ടു മാനിഫെസ്റ്റ് ദ നെയിം ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവണതകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും എന്തുണ്ട്? ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത് അവൻ്റെ നാമത്തെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ വൃഥാവായി എടുക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നാം പ്രഥമ സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ആയതുകൊണ്ട് അവൻ്റെ നാമം എടുക്കുമ്പോൾ അത് വളരെ ഭക്തിയോടും വളരെ വിറയലോടും ഭയത്തോടും കൂടെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 4ാമത്തെ കൽപ്പന പറയുന്നത് റിമെമ്പർ ദ സാബത്ത് ഡേ. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, അവനെ സൃഷ്ടാവായി അംഗീകരിച്ചിരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതായ ദിവസത്തിൽ 6 ദിവസം അധ്വാനിച്ച് വേലയൊക്കെയും ചെയ്യുന്നു, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു എന്ന് ആ കൽപ്പന അനുശാസിക്കുന്നുണ്ട്. നാം എന്ത് ചെയ്യുന്നു? ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുന്നു. പ്രത്യേകിച്ച് പറയുമ്പോൾ സമയത്തിൻ്റെ 1/7 ദൈവത്തിനുള്ളതാണ്. ഒരു ആഴ്ച നാം എടുക്കുകയാണെങ്കിൽ ആ ആഴ്ചയിലെ 6 ദിവസം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെയും വൈകിട്ടുമുള്ളതായ പ്രാർത്ഥന നിർത്തണമെന്നല്ല പറയുന്നത്. ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആവശ്യമാണ്. എന്നാൽ 7-ാം ദിവസം ദൈവം പ്രത്യേകിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ സമയത്തിൻ്റെ 1/7 ദൈവത്തിനുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ചിന്തയോടും നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞ സമയത്ത് ദൈവത്തെ നാം ആരാധിക്കും. ദൈവവും ഞാനുമായുള്ളതായ ഒരു അപ്പോയിൻമെൻ്റാണ്. നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയം നല്ലവണ്ണം വിനിയോഗിക്കും. കാരണം ഞാൻ എൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് ദൈവം പറഞ്ഞതായ ദിവസം ദൈവത്തെ ആരാധിക്കുക എന്ന് പറയും. ആയതുപോലെ തന്നെ അടുത്തതായ കൽപ്പനകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇതേ കാര്യം തന്നെ കാണുവാൻ കൊണ്ട് നമുക്ക് സാധിക്കും. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിച്ചല്ലോ, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതുപോലെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് ഉത്തരം പറഞ്ഞതായിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? എൻ്റെ കൂട്ടുകാരനെ എൻ്റെ അയൽക്കാരനെ എനിക്കുള്ളവരെ നാം സ്നേഹിക്കുന്നതിൻ്റെ ഒരടയാളമാണ് 5ാമത്തെ കൽപ്പനയിൽ കാണുന്നത്. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ആയതുപോലെ തന്നെ മൂത്തവരെ ബഹുമാനിക്കുക, പ്രായമുള്ളവരെ ബഹുമാനിക്കുക, വൃദ്ധരെ മാനിക്കുക. ഇതൊക്കെയും നാം കൽപ്പന പഠിച്ചപ്പോൾ പഠിച്ചതാണ്. കാരണം ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നരച്ചവൻ്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധൻ്റെ മുഖം ബഹുമാനിക്കുകയും നിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം ഞാൻ യഹോവയാകുന്നു. യഹോവയായ ദൈവം, നാം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമസൃഷ്ടങ്ങളെ, നമ്മുടെ മാതാപിതാക്കന്മാരെ, നമ്മുടെ പ്രായമുള്ളവരെ, മൂത്തവരെ ബഹുമാനിക്കുവാൻ വേണ്ടിയാണ് ഈ കൽപ്പന കൊടുത്തിരിക്കുന്നത്. അതും എന്തിൻ്റെ ബന്ധത്തിലാണ്? സ്നേഹബന്ധത്തിലാണ്. ആയതുകൊണ്ട് സ്നേഹം നമ്മിലുണ്ടെങ്കിൽ നാം അത് ചെയ്യും. in a society respecting elders is a tradition, but nowadays that is becoming unimportant. That may be the reason Paul says. അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുകയാണ്, 1 തിമോത്തി 3:2 മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരുമായി തീരുന്ന അവസ്ഥ അതുണ്ടാകുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയെ സമസൃഷ്ടങ്ങളെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മെപ്പോലെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ കണിശമായിട്ടും ഈ പറയപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആയതുപോലെ തന്നെ നാം കൊല ചെയ്യരുതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റൊന്നുമല്ല, നാം നമ്മുടെ സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുന്നു. അവൻ്റെ ജീവന് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, സമസൃഷ്ടിയാണ്. ദൈവത്തെ നാം സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ സൃഷ്ടിയെ നാം സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ ജീവനെ നാം സംരക്ഷിക്കും. ഒരിക്കലും കുല ചെയ്യുകയില്ല, ജീവൻ എടുക്കുകയില്ല. പ്രിയരെ, പ്രിസർവേഷൻ ഓഫ് ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. God is the one who gave life and He has the only right to take life because He is the giver. ദൈവമാണ് നമുക്ക് ജീവൻ നൽകിയിരിക്കുന്നത്. ആയതുകൊണ്ട് അവന് മാത്രമേ ജീവൻ എടുക്കുവാനുള്ളതായ അവകാശമുള്ളൂ. ആയതുകൊണ്ട് നാം ചെയ്യേണ്ടത് ജീവനെ സംരക്ഷിക്കുക എന്നാണ്. എന്തിനു വേണ്ടിയാണ്? നാം എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്.
അതേ കായേലിൻ്റെയും ഹാബേലിൻ്റെയും അനുഭവത്തിൽ അതേ ദൈവം അവനോട് പറയുകയാണ്, നിൻ്റെ സഹോദരൻ എവിടെ? അത് നിൻ്റെ സഹോദരൻ്റെ രക്തം ഭൂമിയിൽ എന്നോട് നിലവിളിക്കുന്നു എന്ന് ദൈവം പറയുന്നതായ സാഹചര്യത്തിൽ അത് എത്രമാത്രം ദൈവ സൃഷ്ടിയെ ദൈവം സ്നേഹിക്കുന്നു അത് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ആയതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത്? അതേ ജീവൻ സംരക്ഷിപ്പാൻ തക്കമുള്ളതായ എല്ലാ സംരംഭവും നാം ഏർപ്പെടുക. അതെ, ഒരിക്കലും കുല ചെയ്യരുത്. നമ്മുടെ ചിന്തയിൽ പോലും, നമ്മുടെ നോട്ടത്തിൽ പോലും, നമ്മുടെ പ്രവർത്തനങ്ങൾ പോലും. അതായത് ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത്, സ്പിരിറ്റ് ഓഫ് ഹേറ്റഡ് ആൻഡ് റിവെഞ്ച് ഒറിജിനേറ്റഡ് വിത്ത് Satan ആൻഡ് ഇറ്റ് ലെഡ് ഹിം ടു പുട്ട് ദ ഡെത്ത് ഓഫ് ദ സൺ ഓഫ് ഗോഡ്. ആയതുകൊണ്ട് അതായത് മനുഷ്യന് അവനുള്ളതായ വെറുപ്പ്, അതുപോലുള്ള പ്രതികാരം, ഈ മനോഭാവങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നു? പിശാചിൽ നിന്നാണ് വരുന്നത്. പിശാച് നമ്മെ എന്ത് ചെയ്യുന്നു? പിശാച് യേശു ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ തക്കമുള്ളതായ വഴികളൊക്കെ ഒരുക്കി. അതേ, നാമും അതുപോലെ ചെയ്യുകയാണ്. എന്താണ്? പാപ വഴികളിലായിരിക്കുമ്പോൾ നാം യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ തക്കമുള്ളതായ പ്രവണതയിലേക്ക് കടക്കുകയാണ്. അത് നമ്മിൽ നിന്നുണ്ടാകരുത്. വീണ്ടും നാം ദൈവത്തെ അതേ സ്നേഹിക്കുന്ന പോലെ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ വ്യഭിചാരം എന്ത് ചെയ്യുകയില്ല. അത് ഞാൻ പറഞ്ഞുവല്ലോ, ഫാമിലി പ്യൂരിറ്റി അത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്. ആയതുകൊണ്ടാണ് പറയുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്ന്. അത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് യേശു ക്രിസ്തു ആ കൽപ്പനയെ അതേ കുറെ കൂടി വിപുലീകരിച്ച് കാണിച്ചു. കാരണം സമൂഹത്തിൽ അതേ കുടുംബത്തിൻ്റെ സംരക്ഷണം, കുടുംബ വിശുദ്ധിയുടെ ആവശ്യം ഉള്ളതുകൊണ്ട്, അതായത് ഞാൻ എൻ്റെ സഹോദരിയെ സ്നേഹിക്കുന്നു, ആയതുകൊണ്ട് വ്യഭിചാരം നമ്മുടെ ഇടയിൽ ഉണ്ടാകുകയില്ല. അതേ, വിവാഹം ചെയ്ത് കുടുംബമായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം വഴി ഒരുക്കിയിട്ടുണ്ട്. അതിനപ്പുറമായിട്ടുള്ളതായ എല്ലാം അത് പാപത്തിന് വഴിയൊരുക്കുന്നു. ആയതുകൊണ്ട് നാം എന്തു ചെയ്യണം? കുടുംബ വിശുദ്ധി സൂക്ഷിക്കുവാൻ തക്കവണ്ണം, അതേ ആ സ്നേഹത്തിൽ അത് നിലനിർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു. ആയതുകൊണ്ടാണ് ഈ കൽപ്പന നമ്മുടെ സമൂഹത്തിൻ്റെ ഉറപ്പിന്, അതായത് മനുഷ്യനും തമ്മിലുള്ളതായ സ്നേഹബന്ധത്തിൽ അത് ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അത് നമ്മുടെ ചിന്തയിലായാലും നമ്മുടെ പ്രവർത്തനങ്ങളിലായാലും അത് ഏത് തരത്തിലായാലും അത് പാടില്ല. കാരണം സദൃശ്യവാക്യങ്ങളിൽ 4:23 പറയുന്നത്, സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലാകുന്നത്. ആയതുകൊണ്ട് ജീവിത വിശുദ്ധിയുടെ ഒരുക്കത്തിന് വേണ്ടിയാണ് ഈ കൽപ്പന പറയുന്നത്. അതും സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കും. വീണ്ടും അടുത്ത കൽപ്പന പറയുന്നത് മോഷ്ടിക്കരുത്. അതായത് ഒരു വ്യക്തിയുടെ വസ്തുത അവനുള്ളതാണ്, അതെനിക്കുള്ളതല്ല. ആ ഒരു പ്രോപ്പർട്ടി റൈറ്റിൽ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, അതിൻ്റെ കരുതലിന് വേണ്ടി, അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയാണ് ദൈവം ഇത് കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ദ കമാൻഡ്മെൻറ്റ്, പ്രൊട്ടക്ട് ദ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് ഓൾ ടു പൊസസ് പ്രോപ്പർട്ടി. ഇതിപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്നത് എൻ്റേതാണ്, അത് മറ്റുള്ളവൻ്റെ അല്ല. അത് എനിക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ഒരു അവകാശമാണ്. അതിനെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടിയാണ് മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പന ദൈവം കൊടുത്തത്. അതും എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായതാണ്. ആയതുകൊണ്ട് ആ ദൈവസ്നേഹം നമ്മൾ ഓരോരുത്തരും ഉണ്ടാകുവാൻ തക്കവണ്ണമാണ് ഈ കൽപ്പനയും ദൈവം കൊടുത്തത്. വീണ്ടും നമുക്ക് ചിന്തിക്കാം, കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. അതെ, ഓരോ വ്യക്തിക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്, അവരുടേതായ നല്ല സ്വഭാവങ്ങളുണ്ട്. അതിനെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൽപ്പന ദൈവം കൊടുത്തിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ക്യാരക്ടർ, അതിൻ്റെ എതിരാണ് ഞാൻ നേരത്തെ പറഞ്ഞു ക്യാരക്ടർ അസാസിനേഷൻ. അതായത് പ്രത്യേകിച്ച് സദൃശ്യവാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്, വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല, ആദരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. അത് നാം പലപ്പോഴും പറയുന്ന വാക്കുകൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം നമ്മുടെ വാക്ക് പെരുകിയാൽ എന്തുണ്ടാതിരിക്കുകയില്ല? ലംഘനമില്ലാതിരിക്കുകയില്ല. ആദരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നിൻ്റെ നാവിൽ വരുന്ന യെസ് ഓർ നോ, അല്ലെങ്കിൽ ഉവ്വ് എന്നോ ഇല്ല എന്നുള്ളത് ആയിരിക്കട്ടെ, അതിനപ്പുറമായിട്ടുള്ളതെല്ലാം അതെന്താണ്? പിശാചിലേക്ക് അല്ലെങ്കിൽ ദുഷ്ടതയിലേക്ക് വഴി നടത്തും. അതുകൊണ്ട് നാം നമ്മുടെ കൂട്ടുകാരൻ്റെ സ്വഭാവത്തെ നമ്മുടെ സ്നേഹത്തിലൂടെ പരിരക്ഷിക്കുവാൻ അവനെതിരായിട്ട് ഒരു വാക്കുപോലും പറയാതെ, കള്ളം പറയാതെ ഇരിക്കുക. അങ്ങനെ അവൻ്റെ സ്വഭാവത്തെ സൂക്ഷിക്കുവാൻ, അവൻ്റെ വ്യക്തിത്വത്തെ സൂക്ഷിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരും. അതേ, തിരുവചനം ഇതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നല്ല ബന്ധം പുലർത്തുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം,
അന്യോന്യം നല്ല സ്നേഹം പുലർത്തിക്കൊണ്ട് പോകുന്നവരുടെ ഇടയിൽ ഈ ഏഷണി പറഞ്ഞത് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ ബന്ധം എന്നേക്കുമായിട്ട് വിച്ഛേദിക്കപ്പെടും. അങ്ങനെ മനുഷ്യ ബന്ധങ്ങൾ അത് ഉഴലുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നത് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. അതായത് ഞാനൊരു ചെറിയ കഥ പറയുവാനൊക്കെ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. 2 ജോലിക്കാരുണ്ടായിരുന്നു. അവർ ദിവസവും രാവിലെ വരും. അവരുടെ ജോലി സ്ഥലത്ത് ഒരു ലിഫ്റ്റിലാണ് പോകുന്നത്. എന്നാൽ അന്യോന്യം സംസാരിക്കില്ല. കാരണം ഏതോ ചില കാരണങ്ങളാൽ അവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടായി. ആ തെറ്റിദ്ധാരണയോടുകൂടി അവർ തമ്മിൽ സംസാരിക്കാതെയായി. ആ സംസാരിക്കാതെ എത്ര നാൾ പോയി? ഏകദേശം 20 വർഷത്തോളം അവരിങ്ങനെ ദിവസവും ജോലിക്ക് വരും, അവർ തിരിച്ചു പോവും, എന്നാൽ അന്യോന്യം സംസാരിക്കുകയില്ല. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്? അവരുടെ ജീവിതത്തിൽ തന്നെ അതേ ചില കെമിക്കൽസ് പ്രവർത്തിച്ച് അവരെ തന്നെ അത് ദോഷത്തിലേക്ക് ഇല്ലാതാക്കും. എന്നാൽ ക്രിസ്തീയമായ ചിന്താഗതി അനുസരിച്ച് അവർ അന്യോന്യം സംസാരിച്ച് സന്തോഷം പകർന്ന്, അല്ല കുടുംബജീവിതമായാലും അവരുടെ വ്യക്തിപരമായ ജീവിതമായാലും അത് നല്ല ഒരു രീതിയിൽ പോകുവാൻ ഇടയായി തീരും. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൽ അന്യോന്യം ക്ഷമിക്കുകയും അതെ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാതിരിക്കുക, അതെ അധികം പറയാതിരിക്കുക, നല്ലത് മാത്രം നമ്മുടെ വായിൽ നിന്ന് വരിക, സംസാരിക്കുക. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ കണിശമായിട്ടും അതെ ആ ബന്ധം, അത് നല്ല ബന്ധം തുടർന്ന് കൊണ്ടുപോകാനും സ്വർഗത്തിൻ്റെ അവകാശികളായി അതേ സ്വർഗത്തിലെത്തിച്ചേർന്ന് സന്തോഷിപ്പാനും ഇടയായിത്തീരും. അതേ സ്വർഗത്തിൽ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ജീവിത രീതി എങ്ങനെയുള്ളതാണ് എന്ന് ചിന്തിക്കുക. അവസാനമായിട്ട് അതേ ഈ കൽപ്പന പറയുന്നത് കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയും അവൻ്റെ ദാസിയെയും കാളയും കഴുതയും കൂട്ടുകാരുടെ യാതൊന്നിനെയും മോഹിക്കരുത്. അതായത് മോഹം എന്ന് പറയുന്നത് ഗർഭം ധരിച്ച്, അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിനെന്താണ് വേണ്ടത്? നാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിൽ സംതൃപ്തരായിരിക്കുക, അധികം ആഗ്രഹിക്കാതിരിക്കുക. മോഹം, ദ 10th commandment strike the very root of all sins എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ വരാതിരിപ്പാൻ അതേ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച് പാപത്തെ മുഴുത്തിട്ട് മരണത്തെ പെറുക്കുന്ന ആ ഒരു സാഹചര്യമില്ല. പിന്നെയോ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ സ്നേഹമെന്നതായ സ്വഭാവം അടിയങ്ങളിലുണ്ടായിട്ട് അത് അടിയങ്ങളുടെ ദൈവത്തിലും അടിയങ്ങളുടെ സഹോദരങ്ങളിലും അത് ആ ബന്ധം പുലർത്തുവാൻ കർത്താവ് സഹായിക്കണമേ. അതിന് ഇന്ന് നൽകിയ ദൂതന് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വരവനായി കാത്തൊരുങ്ങി ദൈവകൽപ്പന യേശുവിൽ വിശ്വാസം കാത്തുകൊള്ളുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണം. എൻ്റെ ശബ്ദപരിധികൾ എല്ലാവർക്കും ഇതിന് സാവകാശം കൊടുക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മയുടെമനയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.